ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ള ഒരു ചക്ക പുഴുങ്ങിയത് കാണിക്കാനാണ്. ഇത് പച്ച ചക്ക ആണ് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ക്ലീനാക്കിയിട്ട് മധുരമില്ലാതെ പച്ച ചക്ക കണ്ട ഈ സാധനവും കുരുവും ഒക്കെ പോക്കിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് കഷ്ണങ്ങളാക്കി വെച്ചാണ് കണ്ട, ഒന്നുമില്ല. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം അതിനൊക്കെ പാർന്ന് മുങ്ങണ്ട ലേശം വെള്ളം പാർന്ന് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിങ്ങ് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം പാർന്ന് 1-2 വിസിലടിച്ചിട്ട് തുറന്ന് നോക്കിയാൽ മതി. എന്നിട്ട് നല്ലോണം ഉടച്ച് കൊടുക്കണം. വെന്ത് കഴിഞ്ഞിട്ട് കയ്യിലിട്ടിട്ട് ഉടച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പം നമുക്ക് കത്തിച്ച് അടുപ്പിൽ വെക്കാൻ കേട്ടോ. അപ്പോൾ അത് വെള്ളവും ഉപ്പും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത്ര ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് അടുപ്പിലാണെങ്കിൽ നമുക്ക് ഇളക്കി നോക്കാമല്ലോ, അതുകൊണ്ടാണ് കുക്കറിൽ വെക്കാത്തത്. അപ്പോൾ ഒന്ന് കൊടുത്ത് വേവിക്കുക. അപ്പോൾ അതിന് വേണ്ട കുറച്ച് തേങ്ങ അരക്കണം, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു മുറി തേങ്ങ അരച്ചപ്പോൾ ഒരു പച്ചമുളക്, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ എത്രത്തോളം ഒരു കറി വെക്കുമ്പോൾ എത്ര ഒരു സാധനം നമ്മൾ എത്ര ചക്ക എടുത്താൽ അതിനൊക്കെ കുറച്ച് തേങ്ങ എടുക്കുക ഉണ്ടല്ലേ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഒരു വലിയ സ്പൂണ് ഇതെടുക്കുന്നുണ്ട് കേട്ടോ, ജീരകം. പിന്നെ ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം. ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. തേങ്ങയും ഒരു പച്ചമുളക്, തേങ്ങ നോക്കിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അധികം എരിവാണെങ്കിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഒരു വലിയ സ്പൂണ് ജീരകം, പിന്നെ വെളുത്തുള്ളി, ചെറിയ ഒരല്ലി വെളുത്തുള്ളി, ചെറിയ 2-3 അല്ലി. അപ്പോൾ എന്നിട്ട് കുറച്ച് വെള്ളം പറഞ്ഞ് നല്ലോണം അരച്ചെടുക്കുക. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം അരിയണ്ട കേട്ടോ, ഒരു ലേശം ഒരു തരി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി അരിയണമെന്നില്ല, ചാറ് വെക്കുമ്പോൾ അരക്കുന്നില്ല നമ്മൾ, അതുപോലെ അരിയണ്ട, അത്ര അരിയണമെന്നില്ല. അപ്പോൾ അതാ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കറക്റ്റാണ്. വെള്ളങ്ങൾ എന്തെങ്കിലും കുറച്ച് കൂട്ടി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കട്ടെ. ഇത് നല്ലോണം ഉടയ്ക്കുക. എന്നിട്ട് തേങ്ങ പാൽ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഇത്തിരി മിക്സിയിലേക്ക് ലേശം വെള്ളം പാർന്ന് എല്ലാം എടുത്താക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കട്ടെ. ഇളക്കിയിട്ട് ഇത്തിരി കൂടി വെള്ളം പാരാം. കട്ടിയാണെങ്കിൽ ലേശം കൂടി വെള്ളം പാർന്നു. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കട്ടെ. പൊടി ഉപ്പിട്ട് കൊടുക്കണം. ആദ്യം വെള്ളത്തോട് വേവിക്കുമ്പോൾ കല്ലുപ്പിട്ട് കൊടുക്കുക. അത് നല്ല രസമാണ്. ഈ കല്ലുപ്പ് വെള്ളത്തോട് വേവിക്കുന്ന ഏത് സാധനത്തിന് ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പിട്ടോട്ടെ. ഞാനപ്പോൾ 2 അല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ലേശം ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത്തിരി കൂടി ഞാൻ വെള്ളം പാർന്ന് കൊടുക്കട്ടെ. എന്നിട്ട് ലേശം നല്ലോണം തിള വരണ്ട കേട്ടോ. ലേശം ഒന്ന് ഇങ്ങനെ അടന്ന് തിളച്ച് കിട്ടിയാൽ മതി. മൂടി വെക്കണമെന്നില്ല കേട്ടോ, അടുത്ത് നിന്നിട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി. നല്ലോണം തിളക്കണ്ട, ലേശം ഒന്ന് തിളച്ചാൽ മതി. കണ്ടില്ല, ഇങ്ങനെ തുള്ളി തിളച്ച് വരും. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഇങ്ങനെ തിളച്ചാൽ ഇറക്കി കൊടുത്താൽ മതി. അപ്പം ഞാനിത് തിളച്ച് ഇറക്കി കേട്ടോ. ഒന്നും ഇടണ്ട. തേങ്ങ പാർന്നാൽ തൂമിക്കാനോ കാസർകോട്ടെ കലം പോരലോ ഒന്നും വേണ്ട. അപ്പം നമ്മളിത് കോഴിക്കോട്ടാറൊരു സ്പെഷ്യലാണ്. അപ്പം നമുക്കിത് ഒരു ഇലയിലേക്ക് വണ്ടി കൊടുക്കും. അപ്പോൾ ഈ ഇലയിലാണോന്നില്ല, നിങ്ങൾക്ക് പാത്രത്തിൽ വേണമെങ്കിൽ വെള്ളം എന്നിട്ട് നല്ലൊരു പിടി അങ്ങോട്ട് പിടിച്ചൊക്കെ എന്ത് രസമാണെന്നറിയാം. ഇതിലേക്ക് ഒരു മത്തി മുളകിട്ടതും കൂട്ടിയാൽ ആഹാ, വേറെ ഒന്നും വേണ്ട നമുക്ക്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പരം പത്തിരിയോ എന്ത് വേണമെങ്കിൽ മുക്കി തിന്നാം. നല്ല രസം. ചോറിൻ്റെ ഒപ്പരം കൂട്ടാം. അല്ല വെറുതെ ഇങ്ങനെ കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഇത് ഒന്ന് തിന്നാൽ നമുക്ക് നല്ല വയറിന് നിറഞ്ഞു കിട്ടും. അത് നല്ലൊരു രസമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ പറയുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
അടിപൊളിയാണ് മക്കളെ, ഇതൊരു കോഴിക്കോടൻ റെസിപ്പിയാണ്. നോക്ക് നോക്ക്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.